എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് നമ്മളൊരു ആക്റ്റീവ് മെമ്പർ എങ്ങനെ ആവാമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ലോഗിൻ ബട്ടൺ അമർത്തുക. ലോഗിൻ ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ സൈറ്റ്, അപ്പോൾ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആക്കണം. ഇപ്പോൾ ഇതിപ്പം അഡ്രസ്സൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലേ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത അഡ്രസ്സ് അതിൻ്റെ പേരിൽ ഇവിടെ അഡ്രസ്സ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ സനൂജ് 01 എന്നുള്ള ഐ ഡിയാണ് പിന്നെ അടിക്കാൻ പോകുന്നത്. ഞാനിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പൺ ആവും. ഇതുണ്ടോ, ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി. അപ്പോൾ ഇനി നമുക്ക് ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഐ ഡി കിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ഐ ഡി ആണ് നമ്മൾ കിട്ടണമെങ്കിൽ ഞാനിത് ലോഗൗട്ട് ചെയ്യണം. ലോഗൗട്ട് ചെയ്ത് നമ്മൾ വീണ്ടും ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നമ്പർ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ പേര് എഴുതിയ ഭാഗം ടച്ച് ചെയ്യരുത്. ഈ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ പോകും, റിവേഴ്സ് പോകും. റിവേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ യൂസർ നെയിം എന്ന് എഴുതിയ ഭാഗത്തുനിന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത സാൻഡ്വിച്ച് വണ്ണുന്നുണ്ട്, അത് നമ്മൾ അമർത്തി കൊടുത്തു. അപ്പോൾ ഇനി നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 01 എന്നുള്ളത് 02 എന്നാക്കാൻ പോവാണ്. ഓക്കെ, 01 എന്നുള്ളത് 02 എന്നാക്കുക. അപ്പോൾ നമ്മളിവിടെ 2 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ 2 ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ ലോഗിൻ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പണായി. ഓക്കെ, അക്കൗണ്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്, പ്രിവിലേജ് കസ്റ്റമർ ഉണ്ട്, പ്രിവിലേജഡ് കസ്റ്റമർ. ഓക്കെ, ഈ പ്രിവിലേജഡ് കസ്റ്റമർ എന്നുള്ള ഭാര്യയെ നമ്മൾ ടച്ച് കൊടുക്കുമ്പോൾ അത് ഓപ്പണായി വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്, രണ്ടാമത്തെ ഫാസ്റ്റ് ട്രാക്ക് പ്രീമിയം ക്ലബ്ബ്, മൂന്നാമത്തെ ഫാസ്റ്റ് ട്രാക്ക് ഡ്യുവൽ ക്ലബ്ബ്. അപ്പോൾ 3 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. 3 പാക്കേജാണത്. അപ്പോൾ ഓരോ പാക്കേജ് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഇത് ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് എന്ന് പറയുന്നത് ക്ലബ്ബ് 1000+. സെക്കൻഡ്, രണ്ടാമത്തെ ഭാഗം വരുന്നത് ഫാസ്റ്റ് ട്രാക്ക് പ്രീമിയം ക്ലബ്ബ്, അത് 10,000+ ആണ്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഓക്കെ, അത്രയും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മളെ ഐ ഡി ആക്ടിവേഷൻ ആവും. അതുപോലെ മൂന്നാമത്തെ ആണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ഡ്യുവൽ ക്ലബ്ബ്. അപ്പോൾ ഇത് നമുക്ക് 3 ഐ ഡി പിന്നെ നമുക്ക് ആക്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് അത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് 4,000 സംതിങ് വരുന്നുണ്ട് അതിൻ്റെ ചിലവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്കിത് ഫാസ്റ്റ് ട്രാക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബിലേക്ക് തന്നെ പോവാം. ഓക്കെ, അവിടെ നമുക്ക് നോക്കി നോക്കാം. ഒരു ഐ ഡി ആക്ടിവേഷനാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നു, ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ 30 PV കാണുന്നുണ്ട്. ഈ 30 PV എന്ന് പറയുമ്പോൾ 3 ഐ ഡി ആക്ടിവേഷൻ ആക്കേണ്ട ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കാണുന്നത്. അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ 30 PVൻ്റെ പ്രൊഡക്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോവാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ വില കാണിക്കുന്നുണ്ട് 4,699 രൂപ. അപ്പോൾ 4,699 രൂപ പ്ലസ് നമ്മൾ കൊറിയർ ചാർജ് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതും കൂടി അഡീഷണലായിട്ട് വരുന്നുണ്ടാവും. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഈ പച്ച കളറിൽ എഴുതിയിട്ടുണ്ട് പ്ലീസ് ചൂസ് എനി വൺ ഓഫ് ദ ഫോളോ ഐറ്റംസ് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഹീമോ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു 1. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടിറ്റി അവിടെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ പ്ലീസ് ചൂസ് എനി 3 ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ്. അപ്പോൾ രണ്ടാമത്തേൽ നമ്മൾ വന്നു 3 ഐറ്റംസ്, 3 പ്രൊഡക്റ്റ് നമുക്ക് ഈ കാണുന്ന പേരുകളിൽ ഏതെങ്കിലും 3 നമുക്ക് ചൂസ് ചെയ്യാം, ഏതാണ് വേണ്ടിച്ചാൽ. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ശാരീരികമായിട്ട് വല്ല പ്രോബ്ലം ഉണ്ട് വെച്ചാൽ, ഇപ്പോൾ വല്ല ഷുഗറോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രഷറോ കാര്യമൊക്കെ ഉണ്ട് വെച്ചാൽ അതിന് തത്തുല്യമായ പ്രൊഡക്റ്റുകൾ എത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കിയ ശേഷം, അത് അറിഞ്ഞ ശേഷം നമുക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു 3 പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇതൊന്ന്, സോറി അതിൻ്റെ പേര് നോക്കിയില്ലല്ലോ. ഇത് ആയുർ മൗത് എന്നുള്ളതാണ്. ആയുർ മൗത് ഒന്ന് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്ത് സ്കിൻ ക്യൂർ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ E2 അത് ഞാൻ വെറുതെ സെലക്ട് ചെയ്യാൻ കേട്ടോ. നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് മാത്രം. അപ്പോൾ 3 പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് കാർട്ട് എന്നുള്ളൊരു ഏരിയ ഉണ്ട്. നമുക്കിവിടെ ആഡ് കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആഡ് കാർട്ട് കൊടുത്തു. അപ്പോൾ ഈ ആഡ് കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ഇത് ആക്ടിവേഷൻ ചെയ്യണോ, ഈ രണ്ടാമത്തെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യണോ ആണോ എന്ന് ഇവിടെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എസ് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ്ട ഇവിടെ സക്സസ് എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ സക്സസ് എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഇവിടെ പോയി കിടക്കും. ഇവിടെ ഈ സക്സസ് എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമർത്തേണ്ടത് ഈ ഷോപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞ ഏരിയയിലാണ്, ഷോപ്പിംഗ് ബാഗ്. അപ്പോൾ ഷോപ്പിംഗ് ബാഗിൽ അമർത്തി കഴിഞ്ഞാൽ അതാ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് 30 PV. അപ്പോൾ ബാക്ക് പോയിട്ട് ഞാൻ സിംഗിൾ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബാക്കിലേക്ക് പോകുന്നു. ഇപ്പോൾ നമുക്ക് സിംഗിളാണോ വേണ്ടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മളിത് ഒന്ന് ടച്ച് ചെയ്തു താഴത്തേക്ക് പോയിട്ട് നമുക്ക് സിംഗിൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് 10 PV പ്രൊഡക്റ്റാണ് വേണ്ടിച്ചാൽ ഇത് 10 PV പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്റ്റർ ടി ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളൊക്കെ കാണാം കേട്ടോ. ഓരോ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ വില ഉണ്ട്, വിലേൻ്റെ താഴെ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കാര്യങ്ങളൊക്കെ 10 ഗ്രാം നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ തേനിൽ മിക്സ് ചെയ്ത് കഴിക്കാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിക്കേണ്ട രീതികളും ആ കഴിഞ്ഞാലുള്ള ഗുണങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പ്രൊഡക്റ്റാണ്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഇത് പറഞ്ഞ ഒരു ആഡ് കാർട്ട് കൊടുക്കാൻ പോകണം. ആഡ് കാർട്ട് കൊടുക്കുമ്പോൾ ഇതാ ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ ഐ ഡി തന്നെ നമുക്ക് പിന്നെ ആക്ടിവേഷൻ ചെയ്യേണ്ടതെന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എസ് കൊടുക്കണം. എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആയി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇത് ഷോപ്പിംഗ് ബാഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വില നമുക്ക് മൊത്തത്തിൽ കൊറിയർ ചാർജ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതവിടെ കണ്ടു. ഇനി നമ്മൾ ഈ പ്ലേസ് ഓർഡർ കൊടുക്കാൻ പോവാണ്. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പ്ലേസ് ഓർഡർ കൊടുത്തു പ്ലേസ് ഓർഡർ കൊടുത്തേക്ക് നമുക്കിതാ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ബൈ കൊറിയർ എന്നുള്ള ആ ഭാഗത്ത് നിന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായി ഇവിടെ ഇയാളെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനല്ല, ഇനി ഇദ്ദേഹത്തിൻ്റെ വേറെ ആർക്കെങ്കിലും ചിലപ്പോൾ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്കോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം എന്നുള്ള അഡ്രസ്സിലാണെങ്കിൽ നമുക്കിവിടെ അഡ്രസ്സ് മാറ്റാം. ഇവിടെ ന്യൂ ഷോപ്പിംഗ് അഡ്രസ്സ് എന്ന് കൊടുത്ത ആ റെഡിങ്കിൽ നമ്മൾ തൊട്ടിട്ട് ഇവിടെ നമുക്ക് അവരുടെ പേര്, മൊബൈൽ നമ്പർ, 2 നമ്പർ മൊബൈൽ വേണം. അപ്പോൾ 2 മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇവിടെ അത് ടൈപ്പ് ചെയ്യാം. ബാക്കി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയ അഡ്രസ്സിലേക്ക് അത് പോകുന്നതാണ്. അപ്പോൾ പുതിയ അഡ്രസ്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഞാൻ പുതിയ അഡ്രസ്സ് മാറ്റുന്നൊന്നുമില്ല, ഇതേ അഡ്രസ്സ് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ബൈ DTDC എന്ന് പറയുമ്പോൾ നമുക്ക് കൊറിയറായിട്ട് നമുക്ക് വരുന്നതും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ കൂടെ വരികയാണെങ്കിൽ താഴെ ഉള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ 2 ഓപ്ഷനുകളുണ്ട്. അതിൽ ഏതാണ് സെലക്ട് ചെയ്താൽ അത് ചെയ്യാണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ബൈ കൊറിയറിനായിക്കോട്ടെ, നമ്മൾ കൊറിയറിൻ്റെ ഓപ്ഷനിൽ ടച്ച് ചെയ്തു, പ്രൊസീഡ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ ഐഡിയനല്ലേ ആക്ടിവേഷൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് നമ്മൾ ഓക്കെ അടിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടാമത് നമ്മൾ താഴെ വന്നിട്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എങ്ങനെയാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ഓൺലൈൻ ബാങ്കിങ് കൊടുത്തു, UPI കൊടുത്തു, കൺഫേം ചെയ്തു. ഓക്കെ, കൺഫേം ചെയ്തപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ പർച്ചേസ് എമൗണ്ട് 1340 എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 1340 എഴുതി കാണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഖ്യ ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, ഇവിടെ ഈ പേ നൗ എന്ന് കൊടുക്കുക കേട്ടോ. പേ നൗ എന്ന് കൊടുക്കുക. ഇവിടെ സ്കാൻ QR കോഡ് വേണമെങ്കിൽ അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ ഈ പേ നൗ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മളെ ഇവിടേക്ക് പോകും, ഇവിടെ ഗൂഗിൾ പേയിൽ പോകും. ഗൂഗിൾ പേ പോയി കഴിഞ്ഞാൽ
നമുക്ക് എന്താ ചെയ്യുക, അവിടെ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാനിത് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നത് മാത്രം. ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1-2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. പൈസ ട്രാൻസാക്ഷൻ ചെയ്ത ശേഷം 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ പ്രോസസ്സിങ് അവിടെ നടന്ന് കഴിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് മുമ്പ് ബാക്ക് വരാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ ബാക്ക് അടിക്കരുത്, ഒന്നും ചെയ്യരുത്. ഒരു മിനിറ്റ്, 1-1.5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആ പ്രോസസ്സിങ് ക്ലിയർ ആയി കഴിഞ്ഞാൽ സക്സസ് എഴുതി കാണിക്കും. അതോടുകൂടി നമ്മുടെ പ്രൊസീജിയർ ക്ലിയർ ആയി. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്രൊഡക്റ്റ് നമുക്ക് ഇത് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.